ഒരാളുടെ ജീവിതത്തിലെ യോഗവും ഭാഗ്യവും. യഥാർത്ഥ യോഗം എന്താണ്? യഥാർത്ഥ ഭാഗ്യം എന്താണ്? ശബരീദേവി പറയണു, ഒരാളുടെ ജീവിത യഥാർത്ഥ യോഗം എന്ന് പറയുന്നത് ഒരു സദ്ഗുരുവിനെ കണ്ടുകിട്ടലാണ്. എന്തിനാണ് ജീവിക്കേണ്ടത്, എന്താണ് ജീവിതത്തിൽ നേടേണ്ടത് എന്ന് വ്യക്തമായി കാണിച്ചു തരാൻ സാധിക്കുന്ന ഒരു ഗുരുവിനെ ജീവിതത്തിൽ കിട്ടുന്നതാണത്രേ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു യോഗം എന്ന് പറയുന്നത്. നന്നാവാനും വേണം ഒരു യോഗം എന്ന് പറയാറില്ലേ? ഈ ലോകത്തില് നമ്മൾ ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ ആളുകളെല്ലാം തങ്ങളുടെ ഊർജം തെറ്റായ രീതിയിൽ ചെലവഴിക്കാൻ കാരണം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയോ രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടിയോ അധികാരത്തിന്റെ പിന്നിലോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടോ മാത്രം തന്റെ മനസ്സും ശരീരവും ചെലവഴിക്കാൻ കാരണം നല്ലൊരു ഗുരുവിനെ കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറയുക. ജീവിതത്തിൽ നല്ലൊരു ഗുരുവിനെ കിട്ടിയാൽ മാത്രമേ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ശബരിയുടെ ജീവിതത്തിൽ ശബരി ജീവിതത്തിലൂടെ കടന്നുപോയവളാണെന്നാണ് പറയുന്നത്. കുടുംബജീവിതത്തിലൂടെ അന്നവൾക്ക് മനസ്സിലായി കുടുംബജീവിതത്തിൽ കുറെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രാരബ്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. പിന്നീടാണ് മാതംഗ ഋഷിയാകുന്നൊരു ഉത്തമോത്തമ ഗുരുവിനെ കണ്ടുകിട്ടുന്നത്. ആ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നല്ലൊരു ഗുരുവിനെ, ജീവിതം എന്തിനാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഗുരുവിനെ കണ്ടുകിട്ടലാണ്. ഇതൊരിക്കൽ മനസ്സിലായാലല്ലോ നമുക്ക് കണ്ടുകിട്ടിയാൽ നമ്മുടെ എനർജി വേസ്റ്റ് ആവില്ല എന്ന് പറയാ. ഊർജം അനാവശ്യമായി ചോർന്നു പോവില്ല. രണ്ടാമത്തതോ ജീവിതത്തിന്റെ ഭാഗ്യം. ഗുരുവിനെ കിട്ടിയാൽ മാത്രം പോരാ, ആ ഗുരു കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ഗുരു പറയുന്നതിനെ അനുസരിച്ച് ജീവിക്കാനുള്ള വിവേകം കൂടി ഉണ്ടാവണം. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. പലരുടെയും ജീവിതത്തിലുണ്ടല്ലോ, പല ഗുരുക്കന്മാരെയും അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുകിട്ടുന്നുണ്ടാവാം, അവർ സമ്പർക്കത്തിൽ വരുന്നുണ്ടാവാം. പക്ഷെ എവിടെ അവർ വീഴ്ച വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു പറയുന്നൊന്നും അവരനുസരിക്കില്ല, ആദരിക്കില്ല. അവരവരുടേതായ രീതിയിൽ ജീവിക്കുമെന്ന് പറയാണ്. അതാണ് ഭാഗ്യക്കേട് എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കാനുള്ള തന്റെ ഇടം, ദൃഢനിശ്ചയം. മാതംഗ ഋഷി പറഞ്ഞതുപോലെ ശബരി ജീവിച്ചതുകൊണ്ടാണ് ശബരിക്ക് ഏറ്റവും വലിയ ഭക്തിയുടെ ഔന്നത്യത്തിലെത്താൻ സാധിച്ചത്. ആ ഔന്നത്യത്തിലെത്തിയത് കൊണ്ടാണ് ഭഗവാൻ ശബരിയെ തേടി ശബരിമലയിൽ എത്തിയത് എന്ന് പറയാം. ഇത് രണ്ടും നമ്മൾ ഓർത്തു വയ്ക്കണം. ഒന്ന് യോഗവും ഭാഗ്യവും. നമ്മൾ പലരും യോഗമുള്ളവരാണ്. കാരണം എത്രയോ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ഇന്നിപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇനി നമ്മളെന്ത് വേണം? അവരിൽ നിന്നും കേട്ടതിനെയൊക്കെ ജീവിതത്തിൽ ദൃഢനിശ്ചയത്തോടെ അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടി ആരെത്തിയിരിക്കണം? ഭഗവാൻ എത്തിയിരിക്കണം. പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റുന്നത് ആവർത്തിക്കുകയാണ്. ഇത് നാം കുട്ടിക്കാലത്തെ അനുഷ്ഠിച്ച ചില അനുഷ്ഠാനങ്ങളുണ്ടല്ലോ, അതുതന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് അതിൽ കൂടെ അങ്ങനെ പോകുമ്പോഴായിരിക്കാം ഗുരുക്കന്മാര് പറയുന്നതൊന്നും നമ്മൾ ചെയ്യില്ല, നമുക്ക് തോന്നിയതുപോലെ നമുക്ക് പോവാൻ തോന്നുന്നത് കൊണ്ടോ നമ്മൾ പോകുന്നത് കൊണ്ടായിരിക്കാം ആധ്യാത്മികമായി വലിയ ഉയർച്ചയൊന്നും പലരും ഉയരാത്തത്. അവിടെയാണ് നമുക്ക് ഈ വ്യക്തത വേണ്ടത് എന്ന് പറയാണ്. ഇപ്രകാരം ശബരിയെ അനുഗ്രഹിച്ച് ശ്രീരാമസ്വാമി ശബരിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നും പമ്പാ തീരത്തിനടുത്തുള്ള ഋഷ്യമൂകാചലത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് സുഗ്രീവനും ഹനുമാൻ സ്വാമിയും ഇരിക്കുന്നത്. അവരോട് സഖ്യം ചെയ്യുകയാണെങ്കിൽ സീതാന്വേഷണം എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും, അങ്ങേക്ക് അതിനുള്ള വഴി തെളിഞ്ഞു കിട്ടും എന്ന് ശ്രീരാമസ്വാമിയോട് പറഞ്ഞ് ശ്രീരാമസ്വാമി പമ്പയുടെ തീരത്തേക്ക് വരികയാണ്. ശബരിമലയിൽ നിന്നും പമ്പാ തീരത്തെത്തി. ആ പ്രകൃതിയുടെ ഭംഗി കണ്ട് മൃഗങ്ങളെല്ലാം, പരസ്പര വിരോധികളായിട്ടുള്ള മൃഗങ്ങൾ പോലും ഐക്യത്തോടെ താമസിക്കുക, കളകള ശബ്ദത്തോടെ പമ്പ ഒഴുകുക, അവിടെയുള്ള മയിലുകള് പക്ഷികള് ഇണചേർന്ന് നിൽക്കുന്ന രംഗം, ഇതെല്ലാം കണ്ടപ്പോ ശ്രീരാമസ്വാമി ഹാ സീതേ, ഹാ സീതേ, നീയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതൊക്കെ നിനക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ, കഷ്ടം കഷ്ടം എന്നൊക്കെ പറഞ്ഞ സീതയെ ഓർത്ത് കരയാൻ തുടങ്ങി.
ഉടനെ ശ്രീരാമസ്വാമിയോട് ലക്ഷ്മണൻ പറയാണ്, ഇങ്ങനെ ഈ ഹാ സീതേ എന്ന് പറഞ്ഞ് കരയരുത്. നമ്മൾ കരഞ്ഞതുകൊണ്ട് ഒന്നിനും ഒരു പരിഹാരമില്ല. വേണ്ടത് നാം എന്തൊരു പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത് അതിന് ധീരമായി അഭിമുഖീകരിക്കാനുള്ള തന്റെ ഇടം ആർജിക്കണം ജ്യേഷ്ഠ. ജ്യേഷ്ഠൻ ധർമ്മം എനിക്ക് പറഞ്ഞു തന്ന ആളല്ലേ, പിന്നെ ഇങ്ങനെയാ ജ്യേഷ്ഠൻ ഇങ്ങനെ തളരാൻ സാധിക്കുന്നത്? എന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ തളരാൻ പാടില്ല എന്നെല്ലാം ജ്യേഷ്ഠന് ആരുപദേശം കൊടുക്കും? ലക്ഷ്മണൻ ഉപദേശം കൊടുക്കും. ഉടനെ പറയും, ലക്ഷ്മണ നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇങ്ങനെ ഹാ സീത എന്നൊക്കെ പറഞ്ഞു പോരെന്താ വെച്ചാൽ ഈ പ്രകൃതിയുടെ ആ സൗന്ദര്യം സീത കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊരു മോഹം ഞാൻ വെച്ചുപോയി. പാവം സീതയെ ഓർത്തിട്ടാണ് എനിക്ക് എന്റെ ദുഃഖം. അവൾ എന്നെ വിട്ട് ഇപ്പൊ രാവണന്റെ സന്നിധിയിലായിരിക്കില്ലേ, പാവം ജീവിച്ചിരിക്കണ്ടോന്നറിയില്ല, അവളെ ആയുസ്സോടെ അയാളെ നിലനിർത്തിയിട്ടുണ്ടോന്നറിയില്ല എന്നെല്ലാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോ ശ്രീരാമസ്വാമിയുടെ ലക്ഷ്മണൻ പറഞ്ഞു, എന്തായാലും ശബരീദേവി പറഞ്ഞ പ്രകാരം നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് ഋഷ്യമൂകാചലത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ വലിയൊരു മലയുടെ മുകളിൽ നിന്നും ദൂരെ നിന്ന് വരുന്ന രാമലക്ഷ്മണന്മാരെ സുഗ്രീവൻ കണ്ടു. കണ്ടതും അടുത്ത മലയിലേക്ക് ഒരൊറ്റ ചാട്ടം. ഹനുമാൻ സ്വാമി ചോദിച്ചു, എന്തിനാ ചാടുന്നത് എന്ന്. മന്ത്രി കൂടിയായ ഹനുമാൻ സ്വാമി ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു, രണ്ട് ജാരന്മാര് വരണോന്ന്. സുഗ്രീവൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് ബാലിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠൻ ഇവിടെ പോലും എന്നെ വെച്ചുകുറിപ്പിക്കില്ല എന്ന് നിശ്ചയിച്ച് എന്നെ ചതിച്ചു കൊല്ലാൻ വേണ്ടി രണ്ടെണ്ണത്തിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. മുനിവേഷം കെട്ടി വന്നാൽ ആരും സംശയിക്കില്ലല്ലോ. ഇപ്പം ജടാധാരികളായിട്ട് കണ്ടില്ലേ മുനിമാർക്ക് എന്തിനാ അമ്പും വില്ലും വാളും ഒക്കെ? രണ്ടെണ്ണത്തിന്റെ കയ്യിലുണ്ട് അമ്പും വില്ലും വാളും ഒക്കെ എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്കൂ സുഗ്രീവൻ, ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്കൂ. അപ്പോ ഇങ്ങനെ വിഷമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞപ്പോ, നോക്കൂ, ചാരന്മാരാണെങ്കിൽ ആ ചാരന്മാര് നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നു അവരെ. നീയൊന്ന് പോയി ചോദിച്ചു നോക്കൂ, ആരാ നോക്കി വരും എന്താ ആരാണെന്നൊക്കെ. ഉടനെ ഹനുമാൻ സ്വാമി അവരാരാണെന്നറിയാൻ വേണ്ടി ഒരു വടുവിന്റെ വേഷം കെട്ടി പുറപ്പെട്ടു എന്നാണ്. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ. അപ്പൊ നമ്മുടെ ഹനുമാൻ സ്വാമി സാധാരണക്കാരനല്ല, വേണമെങ്കിൽ മനുഷ്യന്റെ വേഷവും കെട്ടാൻ സാധിക്കുന്ന ആളാണ്. എന്നിട്ടാണ് അദ്ദേഹം വാനരവേഷം കെട്ടി നടക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ വേഷം കെട്ടിക്കൊണ്ട് അവരുടെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് കൈകൂപ്പി തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ്, ജടാധാരികളും വൽക്കലധാരികളും ഋഷിമാരെപ്പോലുള്ള തേജസ്വികളായി നിങ്ങൾ ആരാണ്? ഈ കാട്ടിൽ ഇങ്ങനെ ഘോരമായ കാട്ടിൽ ഇങ്ങനെ നടക്കുന്നത് ഋഷിപുത്രന്മാരാണോ, ഋഷീശ്വരന്മാരാണോ? പക്ഷെ കയ്യിൽ ആയുധമുണ്ടല്ലോ, വാളുമുണ്ട്, അമ്പും വില്ലുമുണ്ട്. നിങ്ങൾ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന രാജപുത്രന്മാരാണോ? ആരാണ് നിങ്ങൾ? അറിയാൻ ഔത്സുക്യമുണ്ട് എനിക്ക്. എന്നിട്ട് പിന്നീട് അങ്ങനെ തുടങ്ങുകയാണ്, നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, സാധാരണക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്തോ അന്വേഷണത്തിലാണ്, അതേസമയം നിങ്ങൾ തപോനിഷ്ഠന്മാരുമാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പിയ സമയത്ത് ശ്രീരാമസ്വാമി ലക്ഷ്മണന്റെ ചെവിയിൽ നോക്കി പറയാണ്, ഇതൊരു ഓർഡിനറി പേഴ്സൺ അല്ല, ഇത്തിരി എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാ. കാരണം ഉപയോഗിച്ച ഭാഷയിലൊന്നും ഒരു ഗ്രാമർ തെറ്റുപോലുമില്ല. എനിക്ക് തോന്നുന്നു ഇവൻ സാമവേദവും യജുർവേദവും ഒക്കെ പഠിച്ചിട്ടുള്ള ആളായിരിക്കണമെന്ന്. അത്ര സ്ഫുടമായി ഭവ്യതയോടെ ആദരവോടെ ഭംഗിയോടെ സംസാരിക്കാൻ സാധിക്കുന്ന ഇവൻ ശ്രേഷ്ഠൻ തന്നെ. കൈകൂപ്പി തൊഴുതു. എന്നിട്ട് ശ്രീരാമസ്വാമി ചോദിക്കുകയാണ്, അവിടെ നിന്ന് ആരാണ് ബ്രഹ്മചാരി പറഞ്ഞു തന്നാലും. ഉടനെ പറഞ്ഞു, ഞാൻ ഈ വേഷത്തിലാണ് വന്നതെങ്കിലും ഞാൻ വാനരനാണ്. വാനരനായിരിക്കുന്ന സുഗ്രീവന്റെ മന്ത്രിമാരിൽ ഒരാൾ ഞാൻ. സുഗ്രീവനും ബാലിയും സഹോദരന്മാരാണ്. അതിൽ സഹോദരനായ ബാലി സുഗ്രീവന്റെ പത്നിയെ ബലാത്കാരമായി തന്റെ നിയന്ത്രണത്തിൽ വച്ച് സുഗ്രീവനെ ശത്രുവിനെ പോലെ കണ്ട് തല്ലി ഓടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോ പ്രാണരക്ഷാർത്ഥം ഋഷ്യമൂകാചലത്തിൽ വന്ന് അഭയം തേടിയതാണ്. അവനെ സേവിക്കുന്ന സ്വാമിയാണ്. നിങ്ങൾ ആരാണെന്ന് അറിയിച്ചാലോ? ഉടനെ പറഞ്ഞു, ആ സുഗ്രീവനെ അന്വേഷിച്ചു വരുന്നവരാ ഞങ്ങൾ എന്ന്. എന്തിനാവോ അന്വേഷിച്ചു വരുന്നത്? പിന്നീട് കഥകളൊക്കെ പറഞ്ഞു. ദശരഥ പുത്രനാണ്, ഞാനും സഹോദരനും സീതാദേവിയും കാട്ടില്
വനവാസക്കാലം ചെലവഴിക്കുമ്പോൾ എന്റെ പത്നിയെ കട്ടുകൊണ്ടുപോയി രാവണൻ. ആ രാവണനിൽ നിന്നും സീതയെ കണ്ടെത്താൻ വേണ്ടി ഞാൻ സുഗ്രീവനുമായി സഖ്യം ആഗ്രഹിച്ചുകൊണ്ടുവന്നതാണ്. ഋഷ്യമൂകാചലത്തിൽ സുഗ്രീവൻ ഇരിക്കുന്നുണ്ടെന്നും സുഗ്രീവനും എന്നെപ്പോലെ തുല്യദുഃഖിതനാണെന്ന് ഇപ്പം ഞാൻ അറിഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വളരെ സന്തോഷമായി. കാരണം രണ്ട് തുല്യദുഃഖിതന്മാരെ ചേർത്ത് വെച്ചാൽ അയാളുടെ പെണ്ണും പോയി, ഇയാളുടെ പെണ്ണും പോയിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരെയും ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അന്യോന്യം പരസ്പരം സഹായിക്കാൻ സാധിക്കും. പറഞ്ഞു, നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാന്ന്. അങ്ങനെ രണ്ടുപേരെയും തോളിലിരുത്തിക്കൊണ്ട് ഹനുമാൻ സ്വാമി വാനരരൂപം ധരിച്ചുകൊണ്ട് അവരെ സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ സുഗ്രീവൻ ഹനുമാൻ സ്വാമിയെ പറഞ്ഞയക്കുമ്പോ ശത്രുക്കളാണെങ്കിൽ ചിഹ്നങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മിത്രങ്ങളാണെങ്കിൽ ചിഹ്നങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോരൊരു ചിഹ്നം കാണിക്കില്ല. അപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ ചാരന്മാരെ എന്ന് ശത്രുക്കളാണോ എന്നുള്ള രീതിയിൽ ഒന്ന് ശങ്കിച്ചു. പിന്നെ ശത്രുക്കളെ ഹനുമാൻ സ്വാമി കൊണ്ടുവരില്ലല്ലോ എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്ത് ഏതായാലും ഹനുമാൻ സ്വാമി അടുത്തു വരുംതോറും സുഗ്രീവൻ ലേശം ലേശം മാറി നിൽക്കാൻ തുടങ്ങി. സുഗ്രീവനോട് പറയേ, മാറി നിൽക്കൊന്നും വേണ്ട, ശത്രുക്കളല്ല മിത്രങ്ങളാണ്, സഖ്യം ചെയ്യാൻ വരികയാണ്. അടുത്തെത്തി രണ്ടുപേരെ ഇരുത്തി സുഗ്രീവനും കൈകൂപ്പി ശ്രീരാമസ്വാമി കഥകളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. അച്ഛന്റെ നിർദ്ദേശപ്രകാരം കാട്ടിൽ വന്നതും രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതും ജടായു തടഞ്ഞതും ആ ചിറകുകൾ മുറിച്ചതും പിന്നീട് ജടായുവിൽ നിന്നും പറഞ്ഞ പ്രകാരം തെക്കേ ദിക്കിലേക്ക് വന്നതും കബന്ധനെ കണ്ടതും അവിടെ നിന്ന് ശബരീദേവിയെ കണ്ടതും ശബരീദേവിയിൽ നിന്നാണ് ഋഷ്യമൂകാചലത്തെക്കുറിച്ച് അറിഞ്ഞതും നിങ്ങളോട് സഖ്യം ചെയ്താൽ എന്റെ കാര്യവും നടക്കും എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി സുഗ്രീവന്. സുഗ്രീവൻ പറഞ്ഞു, ഞാനും അങ്ങേപ്പോലെ ദുഃഖിതനാണ്. എന്റെ പത്നിയെയും ബാലിയായിരിക്കുന്ന സഹോദരൻ പിടിച്ചുവെച്ചതാണ്. രാഷ്ട്രവും ഭാര്യയും അപഹരിച്ചവനാണ്. പിന്നീട് ആ കഥകളെ അങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആരാണ് ഞാനും ബാലിയും? വൃക്ഷരാജനായിരുന്ന ഒരു വാനരന്റെ വളർത്തുപുത്രന്മാരാണ് ഇവര് രണ്ടുപേരും. അങ്ങനെ അവർ രണ്ടുപേരും വളർന്നു വരുമ്പോ ഇവരുടെ ജന്മത്തിന്റെ പിന്നിലൊരു കഥയുണ്ട്. ബഹുരസമായിട്ടുള്ളൊരു കഥയാണ്. അതായത് സൂര്യദേവന്റെ സാരഥിയാണ് അരുണദേവൻ. സൂര്യദേവന്റെ തേരോടിക്കുന്ന ആള് അരുണനാണ്. ദിവസവും ഇങ്ങനെ തേരോടിച്ച് രാവിലെ ആയാൽ ഉദിക്കണം, വൈകുന്നേരം അസ്തമിക്കണം, ഇങ്ങനെ തേരോടിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഇടയിലാണ് ഒരു ദിവസം ശാപം കിട്ടിയത്. സൂര്യൻ ഉദിക്കാതെയായി പോവട്ടെ എന്നൊരു ശാപം. ആരാ ശപിച്ചത്? ശപിച്ച ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. വേശ്യാഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ആ വേശ്യാഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് മഹർഷി കണ്ടപ്പോ തന്റെ പത്നിയെക്കൊണ്ട് തന്നെ വേശ്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ കണ്ടപ്പോ ശപിച്ചു കളഞ്ഞു. ഇത്തരം ദുർമാർഗിയായ നീ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മരിച്ചു പോവട്ടെ എന്ന് ശപിച്ചപ്പോ ഉടനെ ഭാര്യ സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ ഭാര്യയുടെ പേരായിരുന്നു, വളരെ പ്രസിദ്ധമായൊരു പേരാണ് അവളുടെ പേര്, ശീലാവതി എന്നൊരു പേര്. ആ ശീലാവതി സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ, എങ്കിൽ സൂര്യൻ ഒരിക്കലും ഉദിക്കാതിരിക്കട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. അവള് നിർത്തിക്കളഞ്ഞു സൂര്യന്റെ ഭ്രമണത്തെ. രാവിലെയപ്പോ അരുണദേവൻ വന്നു, സൂര്യനോട് ചോദിച്ചു, വണ്ടി എടുക്കട്ടെ എന്ന് ചോദിച്ചു. പണ്ടെടുക്കണ്ടെന്ന്. അതെന്താ കാര്യം? ശാപം കിട്ടിയിട്ട് കുറച്ചു ദിവസത്തേക്ക് ഇനി ഉദിക്കാൻ പറ്റില്ല, കാരണം അയാളുടെ ഉദിച്ചാൽ അയാളുടെ തല പൊട്ടിത്തെറിക്കും. അവള് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ഉദിക്കരുതെന്നാണ്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ ഞാൻ ഒന്ന് വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞു. ലീവ് എടുക്കാൻ നിശ്ചയിച്ചു. ആര്? അരുണദേവൻ. അങ്ങനെയുള്ള ഓരോരുത്തർ ചാൻസ് നോക്കി നിൽക്കുക, പ്രത്യേകിച്ച് പണിയില്ലെങ്കിൽ ഒന്ന്. അപ്പൊ അരുണദേവൻ ഇങ്ങനെ നോക്കിയപ്പോ ഉണ്ട്, അന്ന് ഇന്ദ്രന്റെ കൊട്ടാരത്തില് അപ്സരസ്സുകളുടെ നൃത്തമുണ്ട് എന്ന് കേട്ടപ്പോ ഇയാൾക്കൊരു മോഹം, എന്നാ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാണ്, കാണാമെന്നാണ്. അവിടെ ചെന്നു അപ്സരസ്സുകളുടെ നൃത്തം കാണാൻ. അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ബോർഡ് വെച്ചിരിക്കുന്നു, എൻട്രി ഓൺലി ഫോർ ലേഡീസ് എന്ന്. പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എൻട്രി. അപ്പൊ ഇങ്ങൊരാണുമാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആരും അറിയാതെ പെണ്ണിന്റെ രൂപമെടുത്ത് പാസം വാങ്ങിച്ചകത്ത് കയറി. ഡാൻസ് എല്ലാം കണ്ടു. ഇപ്പൊ ഡാൻസ് കാണുന്നതിന്റെ ഇടയിൽ ഇന്ദ്രൻ നോട്ട് ചെയ്തു, ഇതേതായാലും പുതിയ പാർട്ടി വന്നിരിക്കുന്നത് എന്ന്. ഇന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ വലിയ ശ്രദ്ധയുള്ള ആളാണ്. ആരാ വന്നിരിക്കുന്നത് എന്ന്. ഇപ്പൊ നോക്കുമ്പോ അതീവ സുന്ദരിയായിട്ടുള്ള ഒരുത്തി.
ഡാൻസ് കഴിഞ്ഞതും അരുണൻ വേഗം പുറത്തേടി. കാരണം അവിടെ എന്താ അറിയില്ല അവസ്ഥ. ഉടനെ ഇന്ദ്രൻ വിളിക്കാൻ പറഞ്ഞു. ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പം അരുണൻ കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. അപ്സരസുകളുടെ കൂട്ടത്തിൽ ചേർത്താൽ പിന്നെ സൂര്യന് ഉദിക്കാൻ പറ്റില്ല. പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അരുണദേവനാണ്, ഡാൻസ് കാണാനുള്ളൊരു മോഹം കൊണ്ട് പെണ്ണിന്റെ വേഷം കെട്ടി വന്നതാണ്, പറഞ്ഞയക്കണമെന്ന്. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്തു കളഞ്ഞു. എന്തിനു പറയുന്നു? ബീജം അരുണഗർഭത്തിൽ വീണു എന്നാണ് പറഞ്ഞു. ഈ ഗർഭം വെച്ചിരിക്കാൻ പറ്റില്ല, കാരണം അവിടെ എത്തേണ്ടതാണ്. സൂര്യന്റെ അടുത്ത് ഗർഭം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഉടനെ പറഞ്ഞു, അന്ന് തന്നെ ഡെലിവറി നടക്കട്ടെ എന്ന്. അന്ന് തന്നെ പ്രസവം നടന്നു. ആര് വളർത്തും കുട്ടിയെ? ആ കുട്ടിയെ ഇന്ദ്രനെടുത്ത് നേരെ അഹല്യയെ ഏൽപ്പിച്ചു എന്നാണ്. അഹല്യയുടെ കൈകളിൽ കൊണ്ട് ഏൽപ്പിച്ചു എന്നാണ്. ഇപ്പൊ ഈ സൂര്യദേവൻ ഇവിടെ രാവിലെ തന്നെ അപ്പോഴേക്ക് ശാപമൊക്കെ നീങ്ങി, അയാൾ മരിക്കണ്ടെന്നൊക്കെ ഉദിക്കാനുള്ള സമയം. ഇപ്പം ഡ്രൈവറെ കാണുന്നില്ല, ഇങ്ങോരെവിടെയോ പോയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഓടിക്കതച്ച് ക്ഷീണിച്ചു വരുന്നു. അരുണനോട് ചോദിച്ചു, എന്താ താൻ ഇത്ര വൈകിയത്, എവിടെ പോയിരുന്നു എന്ന്. ഒന്നും പറയണ്ട, പാർട്ടിക്ക് പോയി, അവിടെ ചെന്ന് കല്യാണവും കഴിഞ്ഞു, ഡെലിവറിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അതാദ്യം പറഞ്ഞില്ല, ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞു, ഞാനൊരു സ്ഥലം വരെ പോയി, അപ്പത്തിരി വൈകിപ്പോയിന്ന്. എന്താ മുഖത്തൊക്കെ വല്ലാതെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ എന്ന്. അവൻ സത്യമൊക്കെ തുറന്നു പറഞ്ഞു. അപ്പൊ സൂര്യദേവൻ പറയാണ്, നീ ഇന്ദ്രന്റെ അടുത്തേക്ക് പോകുമ്പോൾ എടുത്ത സ്ത്രീരൂപമുണ്ടല്ലോ, അതൊന്നും എനിക്കൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞു. ചതിക്കല്ലേ? സൂര്യദേവനോട് പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ, ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയല്ല, ഒന്ന് കാണിച്ചു തന്നാ മതി, ഇത്രയും ആവശ്യമുള്ളൂ ഒന്ന്. സൂര്യദേവന്റെ നിർബന്ധം കണ്ടപ്പം പാവം അരുണന് വേറെ ഓപ്ഷൻ ഇല്ല. അതേ വീണ്ടും അരുണിയുടെ രൂപം എടുത്തു. ഇത് കണ്ടതും സൂര്യദേവനും കയറി ആലിംഗനം ചെയ്തു. ബീജം ഗർഭത്തിൽ വന്ന് വീണു. രണ്ടാമതൊരു ഉണ്ണി. അരുണൻ പറഞ്ഞു, ഈ ഗർഭവും വെച്ചിട്ടൊന്നും എനിക്ക് തേരോടിക്കാൻ പറ്റില്ല എന്ന്. ഒരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ ഡെലിവറി ആവട്ടെ. അന്ന് ഡെലിവറിയായി. ആര് വളർത്തും ഈ കുട്ടിയെ? അഹല്യയെ കൊണ്ട് ഏൽപ്പിക്കാം. അങ്ങനെ ഒരാള് ഇന്ദ്രന്റെ പുത്രനും ഒരാള് സൂര്യന്റെ പുത്രനും. ഈ രണ്ട് കുട്ടികളെയും വെച്ച് അഹല്യ ഉണ്ണി വാവ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഗൗതമന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ഒരു ദിവസം ഗൗതമൻ കുട്ടികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കൊരങ്ങന്മാരായി പോട്ടെ എന്ന്. അങ്ങനെ രണ്ടും വാനരന്മാരായി തീർന്നു എന്നാണ്. തന്റെ കുട്ടിക്ക് ഇന്ദ്രൻ ബാലി എന്നും തന്റെ കുട്ടിക്ക് സൂര്യൻ സുഗ്രീവനെന്നും പേരിട്ട് പിന്നീട് അവര് ഋക്ഷരാജാവിനെ ഏൽപ്പിച്ചിട്ടാണ് അവര് രണ്ടുപേരും അദ്ദേഹത്തിന്റെ മക്കളെപ്പോലെ വളർന്നത്. ഋക്ഷരാജൻ മരിച്ച സമയത്ത് മൂത്തവനായ ബാലിയെ രാജാവായി വാഴിച്ചു. പണ്ട് പാലാഴി മതന സമയത്ത് ഓരോ സാധനങ്ങൾ വന്ന സമയത്ത് താര എന്ന് പറയുന്ന സുന്ദരിയായിട്ടുള്ളൊരു വാനരത്തിയും വന്നു. വാനര സ്ത്രീ മനുഷ്യ സ്ത്രീയാണോ അറിയില്ല. ഏതായാലും അവളെയാണ് ആര് കല്യാണം കഴിക്കുന്നത്? ബാലി കല്യാണം കഴിക്കുന്നത്. കാലം മുന്നോട്ട് പോയി സുഗ്രീവൻ കല്യാണം കഴിച്ചത് രുമ എന്നായിരുന്നു. ഉമയല്ല, രുമ. അവളെ കല്യാണം കഴിച്ചു. അങ്ങനെ കാലം വീണ്ടും വീണ്ടും മുന്നോട്ട് പോയി. ആ സമയത്താണ് ഇവര് സഹോദരന്മാരെ പോലെ സ്നേഹത്തോടെ ഐക്യത്തോടെയൊക്കെ വസിച്ചവരായിരുന്നുവെങ്കിലും ഒരിക്കൽ ബാലിയിൽ ചില ദൗർബല്യങ്ങളുണ്ട്. താനൊരു കേമനാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. ദുന്ദുവി എന്ന് പറയുന്നൊരു അസുരൻ മഹിഷവേഷത്തിൽ അവിടെ വന്നു. ഉച്ചത്തിൽ അലറിക്കൊണ്ടവൻ വെല്ലുവിളിച്ചു. അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബാലി പുറത്തു വന്നപ്പോ ഞാൻ ജ്യേഷ്ഠൻ തടുത്തുവെങ്കിലും ജ്യേഷ്ഠൻ സമ്മതിച്ചില്ല. ഞാനും ജ്യേഷ്ഠന്റെ പിന്നാലെ ഓടി സഹായിക്കാൻ. ഞങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ ഇവൻ ഒരു ഗുഹയുടെ അകത്തേക്ക് ഒളിച്ചു. ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, നീ ഗുഹാമുഖത്ത് കാത്തു നിൽക്കൂ, ഞാൻ ഇവനെ പോയി കൊന്നിട്ട് വരാമെന്ന്. ജ്യേഷ്ഠൻ ഗുഹയുടെ ഉള്ളിൽ പോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വരുന്നില്ല. ഒരു ദിവസം രക്തം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ജ്യേഷ്ഠൻ മരിച്ചുപോയിന്ന്. ഞാൻ വലിയൊരു ശില ഗുഹാമുഖത്ത് കൊണ്ടുവച്ചടച്ച് തിരിച്ചു വന്ന് രാജ്യഭരണം തുടങ്ങി. എല്ലാവരും കൂടി ചേർന്ന് എന്നെ അഭിഷേകവും ചെയ്തു. കുറെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ആ ഗുഹാമുഖത്ത് വെച്ച കല്ലെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് എന്റെ ജ്യേഷ്ഠൻ വരണു. എന്നിട്ട് എന്നെ സിംഹാസനത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ഞാൻ ജ്യേഷ്ഠനെ കൊല്ലാൻ വേണ്ടി ശില വെച്ചതാണെന്നും ഞാൻ കൽപ്പിച്ചുകൂട്ടിയാണ് രാജ്യം തന്റേതാക്കിയതെന്നും
ഇതൊക്കെ എന്റെ മേലിൽ ആരോപിച്ചുകൊണ്ട് എന്നെ അവിടുന്ന് അങ്ങോട്ട് തല്ലാൻ തുടങ്ങി. കൊല്ലും എന്നുള്ളൊരവസ്ഥ വന്നപ്പോ പ്രാണരക്ഷാർത്ഥം ഞാൻ ഓടി. അന്ന് ജ്യേഷ്ഠന് കയറാൻ പറ്റാത്തൊരു സ്ഥലമുണ്ടായിരുന്നു. ഈ ദുന്ദുവിയെ കൊന്ന് ആ ശരീരം വലിച്ചെറിയുന്ന സമയത്ത് ആ ശരീരത്തിലെ രക്തം വന്ന് മാതംഗർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷ്യമൂകാചലത്തിൽ വന്ന് വീണപ്പോ, തന്റെ ആശ്രമ പരിസരത്ത് രക്തം വീണപ്പോ അത് കണ്ട ഋഷീശ്വരന്റെ മനസ്സിൽ നിന്നും ശാപവാക്കുകൾ പുറത്തേക്ക് വന്നു. അവിടെ വെച്ച് പറഞ്ഞു, ഏതൊരുത്തനാണോ ഈ ആശ്രമത്തെ രക്തം കൊണ്ട് അപവിത്രമാക്കിയത്, അവൻ ഈ ആശ്രമ പരിസരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഋഷ്യമൂകാചലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശാപം കിട്ടി. ഇത് എന്റെ ജ്യേഷ്ഠൻ അറിഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ ജ്യേഷ്ഠന് കയറാൻ പറ്റാത്തൊരു മലയാണ്, ബാലികേറ മലയാണ് ഋഷ്യമൂകാചലം. അത് മനസ്സിലാക്കിയ ഞാൻ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്നും ഋഷ്യമൂകാചലത്തിലേക്ക് ഓടി. എന്റെ പത്നിയായ രുമയെ പിടിച്ചുകൊണ്ടാണ് ഓടിയത്. അവൻ ബലാത്കാരേണ എന്റെ കയ്യിൽ നിന്നും രുമയെ വലിച്ചെടുത്ത് ഇപ്പോ ആ രുമയെയും അനുഭവിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നു. ഇതാണ് ജ്യേഷ്ഠൻ എന്നോട് ചെയ്ത ക്രൂരത.